നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. പ്രചാരണം ആരംഭിച്ച് മുന്നണികൾ. ഒല്ലൂരിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുത്തൂർ വീട്ടിൽ സൗമ്യയാണ് മരിച്ചത്. അയൽവാസി അപ്പാടൻ തോമസ് അറസ്റ്റിൽ. CPI വിട്ട് BJPയിൽ ചേർന്ന CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകൾ യാത്രക്കാരുടെ ജീവന് ഭീഷണി. സംഭവം കൊടകര വാസുപുരം റോഡിന് സമീപം. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. വിശദമായ വാർത്തകളിലേക്ക്. തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. ഏപ്രിൽ 9 വോട്ടെടുപ്പിനും മെയ് 4 വോട്ടെണ്ണലിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായും കളക്ടർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. മാർച്ച് 23 വരെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. മാർച്ച് 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26. ഏപ്രിൽ 9 വോട്ടെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലായി 2839 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 26 ബൂത്തുകൾ പൂർണ്ണമായും സ്ത്രീകൾ നിയന്ത്രിക്കും. ഓരോ മണ്ഡലത്തിലും 20 വീതം മാതൃകാ ബൂത്തുകൾ ഉണ്ടാകും. 4469 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ ജില്ലയിലാകെ 25,23,810 വോട്ടർമാരാണ് ഉള്ളത്. മെയ് 4 വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ഈ കാലയളവിൽ യാത്രാ സമയത്ത് 50,000 രൂപയിലേറെ കൈവശം വെച്ചാൽ അതിനുള്ള രേഖകൾ കരുതണം. 10 ലക്ഷം രൂപയിലേറെ കൊണ്ടുപോകുമ്പോൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നമസ്കാരം. നമ്മൾ ഏപ്രിൽ 9 നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാതലത്തിൽ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. സുതാര്യവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ ജില്ലാതലത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഏപ്രിൽ 9 വ്യാഴം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം. നിലവിൽ ഉള്ള വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമുക്ക് 25,23,810 വോട്ടർമാരാണുള്ളത്. അതിൽ 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡറുമാണ് ഉൾപ്പെടുന്നത്. ശതമാനം നോക്കിയാൽ 51.5% സ്ത്രീകളും 48.49% പുരുഷന്മാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ആകെ 2839 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന്റെ നിയോജക മണ്ഡലം തിരിച്ചുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് തരാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുപോലെ നിർബന്ധിത സമ്മതിദാനാവകാശം ഉറപ്പുവരുത്തുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പൊതു നിരീക്ഷകർ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്, ചെലവ് നിരീക്ഷകർ, അതുപോലെ പോലീസ് ഒബ്സർവേഴ്സ്, പോലീസ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെ നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് ജില്ലകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 8 ബുധൻ രാവിലെ 8 മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. അതിന്റെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റും മണ്ഡലം തിരിച്ചിട്ടുള്ളത് എല്ലാവർക്കും തരുന്നതാണ്. നമ്മൾ പോളിംഗ് ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പൊ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം എൻഷുർ ചെയ്യാനുള്ള സ്ക്വാഡുകൾ അടക്കം ഏകദേശം 4,469 ഉദ്യോഗസ്ഥരെ മൊത്തമായിട്ട് നമ്മൾ പ്രൊസീഡിങ്സ് ഇറക്കി നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഇന്നലെ അനൗൺസ്മെന്റ് വന്നത് മുതൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്, അതുപോലെ ഫ്ലൈയിങ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവേലൻസ് ടീം, വീഡിയോ സർവേലൻസ് ടീം ഒക്കെ ഓൾറെഡി ഫീൽഡിലുണ്ട്. അവർ 24/7 ഷിഫ്റ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ ആക്ഷൻസും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ഉപയോഗത്തിനും കൂടി അത് നമ്മുടെ സ്ക്വാഡുകളുടെ ഉപയോഗം, അതുപോലെ പോളിംഗ് ഓഫീഷ്യൽസിന്റെയും നിലവിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെയും ആർഒമാരുടെയും അടക്കം ഏകദേശം 1750 വാഹനങ്ങൾ ഇലക്ഷൻ ആവശ്യത്തിനായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ 430 ഗവൺമെന്റ് വാഹനങ്ങളും ബാക്കി 1320 റെന്റഡ് വാഹനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്.
ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുന്നുണ്ട്. അതായത് 2839 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏപ്രിൽ 9-ന്, അതായത് വോട്ടിംഗ് നടക്കുന്ന ദിവസം രാവിലെ മോക്ക് പോൾ ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിപ്പിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നത് വരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ നമുക്ക് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലിരുന്ന് ഈ വെബ്കാസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ തത്സമയം വീക്ഷിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഈ പ്രാവശ്യം ഓരോ നിയോജക മണ്ഡലത്തിലും 2 പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായിട്ടും വനിതകൾ നിയന്ത്രിക്കുന്ന രീതിയിൽ, വനിതാ നിയന്ത്രണത്തിലുള്ള 2 പോളിംഗ് ബൂത്തുകൾ, അങ്ങനെ മൊത്തം 26 വനിതാ നിയന്ത്രണ ബൂത്തുകൾ നമുക്കുണ്ടാകും. അതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും 20 മോഡൽ ബൂത്തുകൾ, മോഡൽ പോളിംഗ് സ്റ്റേഷനുകൾ 20 എണ്ണം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ മാക്സിമം തിരിച്ചറിയൽ രേഖ വച്ചിട്ട് ആളുകൾ ഇലക്ട്രൽ തിരിച്ചറിയൽ രേഖ വെച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇല്ലാത്ത ആളുകൾക്ക് താഴെ പറയുന്ന രേഖകൾ കാണിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റുക. എന്നൊരു ലോങ് ലിസ്റ്റാണ്, അത് ഞാൻ വായിക്കുന്നില്ല, അത് ഞാൻ ഇത് തരാം. അതുപോലെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് വരെയാണ് പരസ്യ പ്രചാരണം പാടുള്ളൂ. അതായത് ഏപ്രിൽ 7-ന് വൈകിട്ട് 6 വരെ പരസ്യ പ്രചാരണം അതോടുകൂടി അവസാനിപ്പിക്കും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. ഏപ്രിൽ 7 വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 9 വൈകിട്ട് 6 വരെ ആയിരിക്കും ഡ്രൈ ഡേ ഉണ്ടാവുക. പിന്നെ വോട്ടെടുപ്പ് ദിവസത്തെ പെരുമാറ്റച്ചട്ടവും ഇപ്പോഴത്തെ പെരുമാറ്റച്ചട്ടങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്ന് രാവിലെ 11 മുതൽ നമ്മൾ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ARO ഓഫീസുകളിലും നമ്മൾ നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതായത് 13 നിയോജക മണ്ഡലങ്ങളിൽ, എല്ലാ നിയോജക മണ്ഡലത്തിലും 2 സ്ഥലത്ത് നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. നോമിനേഷൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള അവധി ദിവസങ്ങളിൽ ഒഴികെ സ്വീകരിക്കും. 23-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് ലാസ്റ്റ് നോമിനേഷൻ പത്രിക സമർപ്പിക്കാനുള്ള തീയതി. 24-ാം തീയതി അതിന്റെ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന നടക്കുന്നതാണ്. അതിനുശേഷം 26-ാം തീയതി വിഡ്രോവൽ പിൻവലിക്കാനുള്ള സമയവും, പിന്നെ അതിനുശേഷം ഇതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. പിന്നെ നേരിട്ട് 9-ാം തീയതി ഏപ്രിൽ 9-ന് പോളിംഗിലേക്ക് കടക്കുകയാണ്. ഡേറ്റ് ഓഫ് കൗണ്ടിംഗ് വരുന്നത് മെയ് 4-ാം തീയതിയാണ്. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമായി കേരള പോലീസ്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിന്മാർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. AI ആൻഡ് ഡീപ്പ് ഫേക്കുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ, ഓഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള AI ജനറേറ്റഡ് എന്ന ലേബൽ ഇല്ലാത്ത സംശയാസ്പദമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. ജാതി, മതം, വർഗം, കമ്മ്യൂണിറ്റി എന്നിവയുടെ പേരിൽ വിഭാഗീയതയോ ശത്രുതയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. വോട്ടെടുപ്പ് തീയതി, സ്ഥാനാർത്ഥികൾ, വർഗീയ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് തുടങ്ങുന്ന സൈലൻസ് പീരീഡിൽ യാതൊരു വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ വഴി നടത്തരുത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ഓരോ അംഗത്തിൻ്റെയും പോസ്റ്റുകൾക്ക് അഡ്മിന്മാർ നേരിട്ട് ഉത്തരവാദികൾ ആയിരിക്കില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും നിയമവിരുദ്ധമായ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവ നീക്കം ചെയ്യാതെ കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുക, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ അഡ്മിന്മാർ കൂട്ടുനിൽക്കുകയോ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യുക, IT ആക്ട് അല്ലെങ്കിൽ BNS പ്രകാരം പോലീസ് നൽകുന്ന നോട്ടീസുകളോട് സഹകരിക്കാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ക്രിമിനൽ നടപടികൾ നേരിടേണ്ടതായി വരുമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു. സ്ഥാനാർത്ഥിയോടൊപ്പം പുതുക്കാടിന്റെ വികസന കാര്യങ്ങളിൽ തന്റേതായ പാദമുദ്രകൾ പതിപ്പിച്ച് രണ്ടാം ഊഴവും പുതുക്കാടിന്റെ പ്രതിനിധിയാകാൻ തെരഞ്ഞെടുപ്പ് എന്ന മഹത്തായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്ന KK രാമചന്ദ്രനോടൊപ്പം ആന്റോ കല്ലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ പുതുക്കാട് മണ്ഡലത്തിൽ LDF-ന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ജനപക്ഷ വികസനത്തിന്റെ സൗഹൃദ മുഖം എന്ന തലക്കെട്ടോടെ പുതുക്കാട് മണ്ഡലത്തിൽ LDF അവതരിപ്പിക്കുന്നത് KK രാമചന്ദ്രനെ തന്നെയാണ്. രണ്ടാം ഊഴത്തിൽ KK രാമചന്ദ്രൻ MLA തന്നെയാണ് LDF-നായി പുതുക്കാട് മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത്. എതിർപ്പാളയത്തിൽ സ്ഥാനാർത്ഥി നിർണയം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറി കഴിഞ്ഞു KK രാമചന്ദ്രൻ. ഇപ്പോൾ പ്രചരണ തിരക്കുകൾക്കിടയിൽ NCTV-ക്കൊപ്പം ചേരുകയാണ്.
എങ്ങനെയാണ് ഈ ഒരു രണ്ടാം ഊഴത്തിൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ എത്രത്തോളം ഉണ്ട്? വലിയ പിന്തുണയാണ്, വലിയ സ്നേഹമാണ്. ഇവിടെ നിരവധിയായ പ്രവർത്തകന്മാര്, നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്ത ആളുകള് ഒക്കെ നമുക്ക് പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ എതിർപ്പാളയത്തിൽ സ്ഥാനാർത്ഥി നിർണയം പോലും ആയിട്ടില്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ മുന്നേറി കഴിഞ്ഞു. എന്നാൽ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ പറയുന്നത് കെ രാമചന്ദ്രനെയാണ് നേരിടേണ്ടത്, അപ്പോൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ തിരയുന്നത്. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷമായി കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണമെന്ന നിർബന്ധം പ്രവർത്തകർക്കുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. അവർ തെരഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കിവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ മുൻതൂക്കം ഇവിടെയുള്ള ഒരു മണ്ഡലമാണ്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ 5 വർഷമായി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപഴകി പ്രവർത്തിച്ചിട്ടുള്ള ആ അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത്, ശക്തി. അതിനെ പരാജയപ്പെടുത്താൻ എത്ര വലിയ ശക്തി വന്നാലും ഇവിടെ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കെ രാമചന്ദ്രൻ. നമുക്കറിയാം, നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു പുതിയ ടാറിങ് പോലും ഇതൊരു വികസന പാതയാണ്. അമ്പല്ലൂരിൽ നിന്ന് വരന്തരപ്പള്ളിയിലേക്കുള്ള നവീകരിച്ച പാതയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനപക്ഷ വികസനത്തിന്റെ സൗഹൃദ മുഖം എന്ന പേരിലാണ് കെ രാമചന്ദ്രനെ വീണ്ടും പുതുക്കാട് മണ്ഡലത്തിൽ LDF അവതരിപ്പിക്കുന്നത്. ഈ വികസനത്തിന്റെ കാര്യത്തിൽ നേരത്തെ MLA കുറിച്ച് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുകയുണ്ടായി, ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാകുന്നത് വരെ അതിന്റെ പിന്നാലെ ഉണ്ടാവുക, ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക. ആ വാർഡിലെ ജനപ്രതിനിധി ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി MLA-യുടെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നു. എത്രത്തോളം ആ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് ഒരു വലിയ വാർത്തയാണ് ഉണ്ടായിട്ടുള്ളത്. മലയോര ഹൈവേയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ബാബു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കോടതി ആ വർക്ക് കൊടുക്കാൻ വേണ്ടി ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. കോടതി ഊരാളുങ്കൽ സൊസൈറ്റിയും ബാബു കൺസ്ട്രക്ഷനും തമ്മിലാണ് അവിടെ ഒരു ഫസ്റ്റും സെക്കൻഡും വന്നിരുന്നത്. എബവ് ആയിരുന്നു. 45 കോടി രൂപയുടെ ഫസ്റ്റ് റീച്ച് അത് നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികളടക്കം പൂർത്തീകരിച്ചു. അപ്പോൾ ഇന്നുണ്ടായ സംഭവം പോലും ഇന്നുണ്ടാണെങ്കിലും നാളെ ആണെങ്കിലും അടുത്ത ഒരു ആഴ്ചയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങളുടെ ഓഫീസ്, MLA ഓഫീസ് വളരെ സജീവമായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണ്. ഏത് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലയിലാണ് നമ്മൾ പൊതു സമീപനം സ്വീകരിച്ചത്. അതിൻ്റെ വിജയമാണ് നിയോജകമണ്ഡലത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ റോഡ് കണ്ടില്ലേ, 3.5 കോടി രൂപയാണ് ഇപ്പോൾ നവീകരിച്ചത്. തൊട്ടപ്പുറത്ത് 5 കോടി രൂപയാണ് മണ്ണമ്പെട്ടെന്ന് ചെങ്ങാലൂർക്ക് പോകുന്ന റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. തൊട്ടപ്പുറത്താണ് കുറുമാലി റോഡ് 10 കോടി രൂപയിൽ. തൊട്ടപ്പുറത്ത് നന്ദിക്കര മാപ്രാണ റോഡ്, തൊട്ടപ്പുറത്ത് മുരിയാട് ആനന്ദപുരം റോഡ്. ഇങ്ങനെ റോഡുകളുടെ കഥ പറയുകയാണെങ്കിൽ നിരവധിയാണ്. പുതുക്കാട് ചെങ്ങാലൂർ നന്ദിപുരം മുപ്പളിയാൻ റോഡാണ് കുറച്ച് പ്രയാസം നമുക്കുണ്ടായിരുന്നത്. അതും ടെൻഡർ എടുത്തു. ഈ ബാബു കൺസ്ട്രക്ഷൻ ആണ്. 73 കോടി രൂപയാണ് കിഫ്ബിയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രധാന പാതകളും BMBC ആണ്. അത് വലിയ വിജയമാണ്. അത് ഇതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് വന്ന് പോകുന്നതിൻ്റെ കൂടി വിജയമാണ്. ഈ MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഒക്കെ വലിയ നേട്ടം ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ക്ഷീണം ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പ്രാദേശികമായ ചില വിഷയങ്ങൾ അങ്ങനെയൊക്കെ ചിലത് വരും. അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ 100 പഞ്ചായത്തുകളുടെ ഭരണം പോയിട്ടുള്ളത് വെറും 80 വോട്ടുകൾക്ക് താഴെയാണ്. ചിലയിടത്തൊക്കെ 6 വോട്ട് 8 വോട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഭരണം പോയിട്ടുള്ളതൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥികൾ കൂടി സ്വാധീനിക്കപ്പെടുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥികളും പിന്നെ പ്രത്യേക ചില സാഹചര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെറിയ ക്ഷീണം സംഭവിച്ചത്. പക്ഷേ ഈ മണ്ഡലത്തിൽ നമുക്ക് ലീഡാണ്. നമുക്കൊരു ഭേദപ്പെട്ട ലീഡ് ഈ മണ്ഡലത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഈ LDF-നൂടെ ഉണ്ട്. ഏതായാലും പ്രചരണ തിരക്കുകൾക്കിടയിൽ അല്പസമയം NCTV-ക്കൊപ്പം പങ്കുവെക്കുകയായിരുന്നു കെ രാമചന്ദ്രൻ. ഒരു കാര്യത്തിൽ LDF പ്രവർത്തകർക്ക് മറ്റൊരു സംശയമില്ല. മെയ് 4-ന് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ LDF അല്ലാതെ മറ്റാര് കേരളത്തിൽ, കെ രാമചന്ദ്രൻ അല്ലാതെ മറ്റാര് പുതുക്കാട് എന്നാണ് LDF ചോദിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. പുതുക്കാട് മണ്ഡലത്തിൽ KM ബാബുരാജ്, ചാലക്കുടി മണ്ഡലത്തിൽ സനീഷ് കുമാർ ജോസഫ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വരുമ്പോൾ ഇപ്പോൾ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരിചയസമ്പന്നനായ KM ബാബുരാജിനെയാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ UDF നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. KM ബാബുരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. നമുക്കറിയാം, കഴിഞ്ഞ 4 ടേമുകളിലായി 20 വർഷമായി UDFന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്ന നിയോഗമാണ് KM ബാബുരാജ് എന്ന നേതാവിലൂടെ UDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? വളരെ സന്തോഷമുണ്ട്. കാരണം 1987 ശ്രീ KP വിശ്വനാഥൻ ഈ നിയോജകമണ്ഡലത്തിൽ വന്ന് തുടർച്ചയായി 19 കൊല്ലക്കാലം ഇവിടെ MLA ആയി, ജനപ്രതിനിധിയായി, മന്ത്രിയായി ഒക്കെ പ്രവർത്തിച്ചു. പിന്നീട് അങ്ങോട്ട് 20 കൊല്ലക്കാലം LDFന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ജനങ്ങൾ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. UDFന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവ്യക്തതകളും അതുപോലെ തന്നെ കുറച്ച് സമയം നീണ്ടുപോയെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച തീയതി സംബന്ധിച്ച് ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മൾക്ക് മുന്നിലുള്ളതെങ്കിലും എന്നെ സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 40 വർഷമായി 87 മുതൽ പാർട്ടിയുടെ വിവിധ ഭാരവാഹിത്വം വെച്ചുകൊണ്ട് KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും അതുപോലെ തന്നെ നീണ്ട കാലയളവിൽ പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും 13 കൊല്ലക്കാലം ഈ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. മാത്രമല്ല പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രസിഡന്റായി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്താനും എനിക്ക് സാധിച്ചു. ഇനി ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതും എല്ലാ പ്രദേശങ്ങളും എനിക്കറിയാവുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഏത് ഭാഗങ്ങളാണ്, ഏത് പ്രദേശങ്ങളാണ് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളതൊക്കെ ഒറ്റ പേജിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മണ്ഡലത്തിൽ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ പരാജയത്തിന് കാരണമെന്ന UDF പ്രവർത്തകരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ UDF പ്രവർത്തകരുടെ ഒരു ആവശ്യം, മണ്ഡലത്തിനകത്ത് നിന്നൊരു സ്ഥാനാർത്ഥി വേണമെന്നൊരു ആവശ്യം, അത് പരിഗണിക്കുകയായിരുന്നു നേതൃത്വം. പ്രവർത്തകർ എത്രത്തോളം ആവേശത്തിലാണ്? തീർച്ചയായും ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള ആവശ്യം നീണ്ട കഴിഞ്ഞ 20 കൊല്ലക്കാലമായി ഈ പ്രദേശത്തിന്റെ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പൊതുജനങ്ങൾ മുഴുവനായും ഇവിടെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് ഉള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചില തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് മറ്റു പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് 2 തവണകളായി മത്സരിച്ചത്. പക്ഷെ പരാജയം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ഈ തവണ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മുടെ പാർട്ടി സംഘടനാ തലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭ്യമാകണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് തീർച്ചയായും അത് സാധിച്ചിരിക്കുകയാണ്. നേരിടാനുള്ളത് സിറ്റിംഗ് MLA ആണ് KK രാമചന്ദ്രൻ. നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയായിരിക്കും പ്രചരണ പ്രവർത്തനങ്ങൾ? പ്രചരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ ജനങ്ങളെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 40 കൊല്ലക്കാലമായിട്ടുള്ള എൻ്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അറിയുന്ന ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ള ആളുകൾ. മാത്രമല്ല ഏതൊക്കെ കാര്യങ്ങളിൽ ഈ LDFന്റെ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാത്ത ഒട്ടേറെ പദ്ധതികളെ സംബന്ധിച്ചുണ്ട്. അത് വിശദമായി പിന്നീട് പറയാവുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാനും അത് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി വളരെ കുറച്ച് സമയമാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇറങ്ങുകയാണ് പ്രവർത്തകരുടെ ആവേശത്തോടുകൂടി KM ബാബുരാജ്. എല്ലാവിധ വിജയാശംസകളും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റു വാർത്തകളിലേക്ക്. ഒല്ലൂരിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്രിസ്റ്റഫർ നഗർ പുത്തൂർ വീട്ടിൽ സൗമ്യയെ അയൽവാസിയായ പ്രതി അപ്പാടൻ തോമസ് പിന്നാലെ നടന്ന് ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇവർ തമ്മിൽ കടുത്ത വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ തർക്കം കയ്യാങ്കളിയിലും പിന്നാലെ കൊലപാതകത്തിലും എത്തിച്ചേരുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ തോമസിനെതിരെ സൗമ്യയുടെ മകൻ നൽകിയ പോക്സോ കേസും നിലവിലുണ്ട്. കേസിൽ അറസ്റ്റിലായ തോമസ് കുറച്ചുകാലം ജയിലിലും കിടന്നിട്ടുണ്ട്. ഇതോടെ സൗമ്യയും തോമസും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു.
തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെയാണ് കൊലപാതകം നടന്നത്. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനു പിന്നാലെ വീട്ടിലെ നായ റോഡിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് സൗമ്യ അതിന് പിറകെ ഇറങ്ങിയപ്പോൾ കത്തിയുമായി പിറകെ എത്തിയ തോമസ് കുത്തുകയായിരുന്നു. കുത്തേറ്റ് അരമണിക്കൂറോളം റോഡിൽ കിടന്ന സൗമ്യയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിനു ശേഷം സമീപത്തെ വീട്ടിലെ കിണറ്റിൽ ഇറങ്ങിയൊളിച്ച തോമസിനെ തിരച്ചിലിനിടയിൽ പോലീസ് കണ്ടെത്തി. അഗ്നിരക്ഷാസേന എത്തിയാണ് പ്രതിയെ കിണറ്റിൽ നിന്ന് കയറ്റിയത്. CPI വിട്ട് BJPയിൽ ചേർന്ന CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. തിങ്കളാഴ്ചയാണ് CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചത്. തിങ്കളാഴ്ചത്തെ തീയതി വെച്ച് രാജിക്കത്ത് നൽകി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് CPIയിൽ നിന്ന് കഴിഞ്ഞ ദിവസം CC മുകുന്ദനെ പുറത്താക്കിയത്. മണ്ഡലത്തിൽ മുകുന്ദന് പകരം മുൻ MLA ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഗീതാ ഗോപിയുടേത് പേയ്മെന്റ് സീറ്റ് എന്ന് വിമർശിച്ച മുകുന്ദൻ പണം പിരിച്ചു നൽകാൻ കഴിയാത്തതിനാലാണ് തന്നെ ഒഴിവാക്കിയതെന്നും ആരോപിച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. പിന്നാലെ CC മുകുന്ദനെ പിന്തുണയ്ക്കാതെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകൾ യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിന് സമീപമാണ് അപകടകരമായ നിലയിൽ PVC പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ച റോഡിന്റെ ഒരു വശത്തുള്ള വെള്ളവരയോട് ചേർന്നാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മരണക്കെണി തീർക്കുന്ന തരത്തിൽ പൈപ്പുകൾ കൂട്ടിക്കിടക്കുന്നത്. ജലജീവൻ പദ്ധതി പ്രകാരം പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 2 വർഷത്തോളം മുൻപാണ് ഇവിടെ പൈപ്പുകൾ കൊണ്ടിട്ടത്. അടുക്കി വച്ചിരിക്കുന്ന പൈപ്പുകൾ മഴക്കാലത്ത് നിരങ്ങി നീങ്ങി ക്രമേണ റോഡിലേക്ക് എത്തിയതാണെന്ന് പറയുന്നു. യാത്രക്കാരുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ റോഡിലേക്ക് തള്ളി നിൽക്കാൻ തുടങ്ങിയിട്ടും ഇത് നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. റെക്ടർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ കൊടിയേറ്റ് നിർവഹിച്ചു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റി ഷിജോ തരിയൻ, ജസ്റ്റിൻ മുല്ലൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, തിരുനാൾ കൺവീനർ ജോസഫ് വട്ടപ്പിള്ളി, PRO സിനിൽ കൊടുമ്പിലായിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 19-നാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 7-ന് ആമ്പല്ലൂർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്ന് തീർത്ഥാടന പദയാത്ര പുതുക്കാട് ഫെറോന വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം ചെയ്യും. പദയാത്ര 10 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. 10:30-ന് പള്ളിയിൽ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികനാകും. ഫാദർ നോബിൾ ഐനിക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ശ്രാദ്ധഊട്ട് ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 6-നും ഉച്ചതിരിഞ്ഞ് 3-നും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. ജനമൈത്രി പോലീസിംഗിന്റെ ഭാഗമായി കേരള പോലീസ് പുറത്തിറക്കിയ പോൾ ആപ്പിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ NSS വോളണ്ടിയർമാർ രംഗത്ത്. പോലീസ് സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഈ ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് നാട്ടുകാർക്ക് വിദ്യാർത്ഥികൾ അറിവ് പകർന്നു നൽകി. പുതുക്കാട് നടന്ന ക്യാമ്പയിന് NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അലൻ ലൂക്കോസ്, ഡോക്ടർ ട്രീസ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ടൗണിലെ ബസ് സ്റ്റാൻഡ് പരിസരം, കടകമ്പോളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പ്രചരണം നടത്തിയത്. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അലൻ ലൂക്കോസ്, ഡോക്ടർ ട്രീസ പീറ്റർ എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. അത്യാഹിത ഘട്ടങ്ങളിൽ പോലീസിനെ വേഗത്തിൽ ബന്ധപ്പെടാനുള്ള SOS സൗകര്യം, സ്ത്രീകളുടെയും കുട്ടികളുടെയും യാത്രാ സുരക്ഷയ്ക്കായുള്ള ട്രാക്ക് മൈ ട്രിപ്പ്, വീട് പൂട്ടി പോകുമ്പോൾ പോലീസിനെ അറിയിക്കുന്ന സംവിധാനം, ഓൺലൈൻ വഴി പരാതികൾ നൽകാനുള്ള രീതി എന്നിവ വോളണ്ടിയർമാർ നാട്ടുകാർക്ക് വിശദീകരിച്ചു നൽകി. നിരവധി ആളുകൾ ആപ്പ് ഉടൻ തന്നെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും സംശയങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പോലീസിന്റെ സേവനം എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഇത് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടറിലേക്കാണ് പോവുക. അവിടുന്ന് നേരെ ഡിസ്ട്രിക്ട് ആസ്ഥാനത്തേക്ക് വരും. എത്രയും പെട്ടെന്ന് അത് നമ്മളെ മെസ്സേജ് ഇതിൻ്റെ 112 വിളിക്കുന്ന അയക്കുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് തലറങ്ങി വീണു, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആംബുലൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ 112 വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ബസ്സിൽ ആരെയും ശല്യം ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ എമർജൻസി ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക്
പോലീസിന്റെ സഹായം ലഭിക്കുന്നതിനാണ് ഈ 112 വിളിക്കുന്നത്. പിന്നെ പോളാപ്പ് വഴിയാണ് നമ്മളെ പോലീസിന്റെ എല്ലാ ക്ലിയറൻസ്, PCC, അതേമാതിരി നമ്മൾ ടാക്സിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഇതിലെല്ലാം നമ്പറുകളുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഈ പോളാപ്പ് വഴി നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പോലീസിന്റെ മൊത്തത്തിലുള്ള സേവനങ്ങൾ ലഭിക്കാവുന്ന ആപ്പാണ് ഈ പോളാപ്പ് എന്നുള്ളത്. നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ് സെൽഫോൺ. അപ്പൊ ഇങ്ങനെ ഒരു ആപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനും അവർക്കെതിരെ, നമ്മളെ ശല്യപ്പെടുത്തുന്നവരെതിരെ നമുക്ക് പെട്ടെന്നൊരു ഇതെടുക്കാൻ ഒരു റിയാക്ഷൻ അവിടെ അന്നേരം ഉണ്ടാകുന്നുണ്ട്. മേള കലാസംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേളാചാര്യൻ തൃപ്പേക്കുളം അച്യുതമാരാരുടെ 12ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും നടത്തി. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര വിജിൽ മേനോൻ, അരുൺ പാലാഴി, തൃപ്പേക്കുളം ഉണ്ണിമാരാർ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, രാജു വാര്യർ, അനിയൻ വാര്യർ, കല്ലങ്ങാട്ട് ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അത് എണ്ണപ്പെട്ട ചുരുക്കം ചിലർക്ക് മാത്രമേ ഇതുള്ളൂ ആ സമയം. 27ാം രാവിനോടനുബന്ധിച്ച് മറ്റത്തൂർ നെല്ലിപ്പറമ്പ് അൽ അൻസാർ ജുമാ മസ്ജിദിൽ റമദാൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പള്ളിമുറ്റത്തെ നോമ്പുതുറ എന്ന പേരിൽ പള്ളിയങ്കണത്തിൽ സംഘടിപ്പിച്ച നോമ്പുതുറയിൽ സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട വ്യക്തികളും നിരവധി വിശ്വാസികളും പങ്കെടുത്തു. മഹല്ല് ഇമാം മാഹിൻ മൗലവി അൽ ഖാസിമി, പഞ്ചായത്ത് അംഗം KR ശശികുമാർ, കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരി, KR ദിനേശൻ, KC പ്രേമൻ, MK ലത്തീഫ്, AM സൽമാൻ, VA അസീസ് എന്നിവർ പ്രസംഗിച്ചു. ഒന്നായി കഴിയണമെന്നും എല്ലാവരുടെയും ആത്മാംശം, അത് ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, ഇസ്ലാം ആയിക്കൊള്ളട്ടെ, എല്ലാവരുടെയും ആത്മാംശം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഈ നോമ്പാചരണത്തിലൂടെ, റമദാൻ ആചരണത്തിലൂടെ സമൂഹത്തിന് നൽകുന്നത്. ഗാന്ധിയനായ M പീതാംബരൻ മാസ്റ്റർ എഴുതിയ തൃശൂർ സുവോളജിക്കൽ പാർക്ക് വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം പുത്തൂർ പരിശ്രമ ഘട്ടങ്ങൾ എന്നീ പുസ്തകം പ്രകാശന കർമ്മം ചെയ്തു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച മുൻ മേയർ K രാധാകൃഷ്ണൻ പുസ്തകം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവന് നൽകി പ്രകാശനം ചെയ്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ N രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VV മുരളീധരൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോണി ചിറയത്ത്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA മാത്യു, സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് P രാജേന്ദ്രൻ, സർവോദയ ദർശൻ കൺവീനർ V പ്രസന്ന, നാടക സംവിധായകൻ KV ഗണേഷ്, ഗാന്ധി ദർശൻ കൺവീനർ VS ഗിരീശൻ, വയലാർ കൾച്ചറൽ സെന്റർ ഡയറക്ടർ വത്സല വാസുദേവൻ പിള്ള, പ്രൊഫസർ VP ജോൺസ്, MM സേതുമാധവൻ, M അരവിന്ദാക്ഷൻ, ജെയിംസ് മൂട്ടിക്കൽ, ആർട്ടിസ്റ്റ് CJ ജിൻഡോ എന്നിവർ പ്രസംഗിച്ചു. ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറിയും സർവോദയ ദർശൻ ചെയർമാനും കൂടിയായ M പീതാംബരൻ മാസ്റ്റർ തയ്യാറാക്കിയ ഗ്രന്ഥത്തിൽ മൃഗശാലയിലെ പക്ഷിമൃഗാദികൾക്ക് കൂടുതൽ വിശാലമായ ആവാസ ഇടങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ആശയം രൂപീകരിക്കുന്നതിനും യാഥാർത്ഥ്യമാക്കുന്നതിനും വേണ്ടി 40 വർഷക്കാലമായി നടക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. രണ്ട് ഉദ്ദേശമാണ് ഇതിലുള്ളത്. ഒന്ന്, ഇപ്പോൾ ഇൻസ്റ്റന്റിന്റെ കാലമാണ്, എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിൽ പെട്ടെന്നൊന്നും അങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കില്ല എന്ന് അടുത്ത തലമുറയ്ക്ക് ഒരു ബോധ്യം ഉണ്ടാക്കണ്ടേ. സുവോളജിക്കൽ പാർക്ക് പെട്ടെന്ന് ഉണ്ടായതല്ലല്ലോ. അതിന് 40-40 വർഷം എത്രയോ ആളുകൾ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇല്ല, മരിച്ചുപോയി. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ബുധനാഴ്ച രാവിലെ 11:45 മണ്ണമ്പേട്ട വ്യാപാര ഭവൻ ഹാളിൽ നടക്കും. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കൺവീനർ KO പാപ്പച്ചൻ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ വർധനവ്. സ്വർണ്ണ ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയും വർദ്ധിച്ചു. ഒരു ഗ്രാമിന്റെ വില 14,540 രൂപയും പവന് 1,16,320 രൂപയുമായി. വെള്ളിയുടെ വിലയും അല്പം കയറി. ഗ്രാമിന് 275 രൂപയാണ് വെള്ളിയുടെ വിപണി വില. 10 ഗ്രാമിന് 2,750 രൂപയുമായി. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന്റെ വില $5,027 ഉയർന്നു. തിങ്കളാഴ്ച 2 തവണയാണ് വില കുറഞ്ഞത്. ഗ്രാമിന് 205 രൂപയും
പവന് 1640 രൂപയും ഇടിഞ്ഞിരുന്നു. രണ്ടാഴ്ചയ്ക്കിടെ പവന് 11,480 രൂപ ഇടിഞ്ഞ ശേഷമാണ് ചൊവ്വാഴ്ച വില തിരിച്ചു കയറാൻ ആരംഭിച്ചത്. ഈ മാസം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില മാർച്ച് 6-നായിരുന്നു. ജനുവരി 29-നാണ് ഏറ്റവും ഉയർന്ന വിലയിലേക്ക് സ്വർണ്ണമെത്തിയത്. 1,31,160 രൂപയായിരുന്നു അന്നത്തെ സ്വർണ്ണവില. ഫോണിലെ ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ടോ? ഏത് ആപ്പാണ് ബാറ്ററി വില്ലൻ എന്നറിയാതെ വിഷമിക്കുകയാണോ? എങ്കിൽ ഗൂഗിൾ ഇതിനൊരു കിടിലൻ പരിഹാരവുമായി വരികയാണ്. ഫോണിലെ ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ടോ? ഏത് ആപ്പാണ് ബാറ്ററി വില്ലൻ എന്ന് അറിയാതെ വിഷമിക്കുകയാണോ? എങ്കിൽ ഗൂഗിൾ ഇതിനൊരു കിടിലൻ പരിഹാരവുമായി വരികയാണ്. ഇനി മുതൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് നിങ്ങളുടെ ബാറ്ററി എത്രത്തോളം ചോർത്തുമെന്ന് ഗൂഗിൾ പറഞ്ഞു തരും. പ്ലേ സ്റ്റോർ ലിസ്റ്റിംഗിൽ തന്നെ ബാറ്ററി വാർണിംഗ് ലേബലുകൾ നൽകാനാണ് ഗൂഗിളിന്റെ നീക്കം. ഒരു ആപ്പ് പരിധിയിൽ കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വാർണിംഗ് ലഭിക്കും. ഉയർന്ന ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി കാരണം ഈ ആപ്പ് കൂടുതൽ ചാർജ് ഉപയോഗിച്ചേക്കാം എന്നായിരിക്കും ലേബൽ. എന്നാൽ ഫുഡ് ഡെലിവറി, ടാക്സി ആപ്പുകൾ തുടങ്ങിയ അത്യാവശ്യ ലൈവ് അലേർട്ടുകൾ നൽകുന്ന ആപ്പുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അമിതഭാരമില്ലാത്ത ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ഡെവലപ്പർമാരെ പ്രേരിപ്പിക്കുകയാണ് ഗൂഗിളിന്റെ ലക്ഷ്യം. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ഉടൻ ലഭ്യമായി തുടങ്ങും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അക്ഷയയുടെ സംരംഭകരാകാൻ മാർച്ച് 19 വരെ അപേക്ഷ സമർപ്പിക്കാം. ജില്ലയിലെ 70 സ്ഥലങ്ങളിലേക്കാണ് അക്ഷയ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നത്. പൊതുവിഭാഗത്തിൽ 64 സ്ഥലങ്ങളിലേക്കും പട്ടികജാതി വിഭാഗത്തിൽ 2, പട്ടികവർഗ വിഭാഗത്തിൽ 4 സ്ഥലങ്ങളിലേക്കുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 238 6809 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,540 രൂപയും പവന് 1,16,320 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം ഇളയടത്ത് നാരായണൻ നായർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണി അമ്മയാണ് ഭാര്യ. ബീന, ബാബു, ബിന്ദു എന്നിവർ മക്കളും നാരായണൻ, ബിനു, ലിയോൺ എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട തെക്കേക്കര ചിറ്റിലപ്പിള്ളി കോക്കാടൻ ജോണി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ലീന, സിസ്റ്റർ സ്റ്റെഫി, സിസ്റ്റർ ജെയിൻ മേരി, റോസ് മേരി എന്നിവർ മക്കളും ആൻഡു, ജിൽസ് എന്നിവർ മരുമക്കളുമാണ്. റിട്ടയർഡ് KICB സീനിയർ സൂപ്രണ്ട് തൊട്ടിപ്പാൾ മുളങ്ങ് മേനോട്ട് സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ. കരുവന്നൂർ മണക്കുന്നത്ത് കുടുംബാംഗം രജനിയാണ് ഭാര്യ. രമ, ഉമ എന്നിവർ മക്കളും ബൈജു, സുബിൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. പ്രചാരണം ആരംഭിച്ച് മുന്നണികൾ. ഒല്ലൂരിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുത്തൂർ വീട്ടിൽ സൗമ്യയാണ് മരിച്ചത്. അയൽവാസി അപ്പാടൻ തോമസ് അറസ്റ്റിൽ. CPI വിട്ട് BJPയിൽ ചേർന്ന CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന പൈപ്പുകൾ യാത്രക്കാരുടെ ജീവന് ഭീഷണി. സംഭവം കൊടകര വാസുപുരം റോഡിന് സമീപം. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.